ഹലോ 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 ഷാക്കാൽ. ഹലോ എല്ലാവരും ഇരിക്കൂ. വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്വാഗതം. ഷാക്കാൽ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. അതായത് ഇതെല്ലാ ബാച്ച്മേറ്റ്സും ചേരുന്ന ഒരു ഗെറ്റ് ടുഗദർ ആണ്. എല്ലാവരുടെയും പഴയകാല ഓർമ്മകൾ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കൂട്ടുകാരാ, വളരെ ശരി. ഇത് നമുക്ക് ശരിക്കും അടിച്ചൊന്ന് പൊളിക്കണം. കൊച്ചു പ്രായത്തിൽ ഓരോ ദിവസം ഉത്സവമായിരുന്നു. പിന്നെ ഷാക്കാൽ, നീ ജയ്സിംഗിനെ ക്ഷണിച്ചില്ലേ? എന്തിനാണ് അവന്റെ പേര് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? ഞാൻ അയാൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തതായിരുന്നു, പക്ഷേ അയാൾ ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളും ഞാനും തമ്മിൽ ഒരു കാര്യത്തിനും പൊരുത്തപ്പെട്ടു പോവുകയില്ല. അയാൾ എന്റെ ഈ സാമ്രാജ്യം കണ്ട് വളരെയധികം അസൂയപ്പെടുന്ന ആളാണ്. നമ്മുടെ ബാച്ച്മേറ്റ്സിന്റെ ഗെറ്റ് ടുഗദർ, അതിൽ ഞാൻ വരാതിരിക്കുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഷാക്കാൽ. ഹായ് എവരിവൺ. സുഖമാണോ? നല്ല സുഖം. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസ് ഗസ്റ്റും ഇപ്പോൾ വരുന്നുണ്ട്. സർപ്രൈസ് ഗസ്റ്റ്? അതാരാ? ആരെയാ നീ വിളിച്ചത്? എന്റെ പാർട്ടിക്ക് താനെന്തിനാ സർപ്രൈസ് ഗസ്റ്റിനെ വിളിക്കാൻ പോകുന്നത്? ഏതായാലും നീ ക്ഷണിച്ചതല്ലേ, എന്നാ പറഞ്ഞേക്ക്, ആരെയാ നീ ക്ഷണിച്ചത്? അയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർ മെജസ്റ്റിക് വളരെ അത്യാവശ്യമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിച്ചേക്കാമെന്ന് കരുതി. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് സർ ജാദുക്കീന. സർ ജാദുക്കീനയോ? ജയ്സിംഗ്, താനെന്തിനാ അയാളെ ഇങ്ങോട്ട് വിളിച്ചത്? അയാൾക്ക് എന്നെ കണ്ടാൽ തന്നെ വെറുപ്പാണ്. സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് വരെ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അയാള്. എനിക്ക് അയാളെ കാണേ വേണ്ട. ഗുഡ് മോർണിംഗ് ക്ലാസ്. ഗുഡ് മോർണിംഗ് സർ. ഷാക്കാൽ, നീ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടിട്ടില്ല. നീ ഇപ്പോഴും എന്നെ കണ്ട് പേടിക്കുന്നുണ്ടോ? അത് സാർ, ഞാൻ പിന്നെ അത് ഒന്നുമില്ല. ഇപ്പൊ ഞാനെന്തിനാ നിങ്ങളെ കണ്ടാ പേടിക്കുന്നത്? കൊച്ചുകുട്ടിയായിരുന്നപ്പോ സംഭവിച്ചല്ലോ. ഇപ്പൊ ഞാൻ വളർന്ന് വലിയ ആളായില്ലേ. ഇനി നിങ്ങൾ ഓടിച്ചെന്നെ ടോർച്ചർ ചെയ്യൊന്നുമില്ലല്ലോ അല്ലേ? ഷാക്കാൽ, ഞാൻ നിന്നെ വഴക്ക് പറയൂ, അടിച്ച് ടോർച്ചർ ചെയ്യണമെന്നോ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്കത് ഇപ്പോഴും പറ്റും. ഷാക്കാൽ, നിനക്ക് ഇപ്പോഴും കൊച്ചുകുട്ടിയായി മാറാൻ പറ്റും. എന്താകണം? കൊച്ചുകുട്ടിയായി മാറും. അയ്യോ സാറ്, എന്താ ഇതൊക്കെ? എന്നെ കൊച്ചാക്കല്ലേ. എന്തായി ചെയ്തിരിക്കുന്നത്? എന്നെ ഒന്ന് രക്ഷിക്കേ. ദയവ് എന്നോട് ക്ഷമിക്കണം സാറ്. സാറ്, നിങ്ങൾ ഈ ചെയ്തത് വളരെ തെറ്റാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് പന്താണിത്? അദ്ദേഹം നിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒരു കളിപ്പാട്ടം പോലെ വലിച്ചിരുന്നത് കണ്ടില്ലേ? ഞാൻ അയാളെ വെറുതെ വിടില്ല. അയാളെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല. എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്നത്. നിങ്ങൾ എന്റെ ഗുരുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തെറ്റിദ്ധരിക്കില്ല. ശരി, ഓക്കെ. എന്നാൽ നമുക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. വരൂ വരൂ, എല്ലാവരും റിലാക്സ് ആയിരുന്നു പാർട്ടി എൻജോയ് ചെയ്യൂ. പിന്നെ ഗുരുജി എന്നെ ഒരു കോമഡി പീസാക്കി കളിപ്പിച്ചത് കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ചിൽഡായ ഈ ഫലൂദയിൽ നിന്ന് തന്നെ തുടങ്ങാം. എടുത്തോളൂ. ഗുരുജി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏർപ്പാടാക്കിയതാ. താങ്ക് യു ഷാക്കാൽ. താങ്ക് യു ഷാക്കാൽ, അടിപൊളിയായിട്ടുണ്ട്.
ഞാനാണ് മാജിക്, മായാജാലം. എന്നെ കണ്ട് പേടിക്കാ, ഞാനാണ് ഷകാൽ. ഗുരുജി, കുട്ടിക്കാലം മുതൽ ഈ ദിവസം വരെ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുമുണ്ട്, തല്ലിയിട്ടുമുണ്ട്. പക്ഷേ ജയ്സിംഗിനെ നിങ്ങൾ അഭിനന്ദിച്ചു. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും പറയാ? ഫലൂദയും കുൽഫിയും പോലെ നിങ്ങളിപ്പോ മിക്സായി പോയില്ലേ? ഇന്നു മുതൽ 2 ദിവസം, വെറും 2 ദിവസം നിങ്ങളെല്ലാവരും ശില്പങ്ങളായിരിക്കണം. അതിനുശേഷം നിങ്ങളെല്ലാവരും എന്റെ അടിമയായി തീരും. എന്റെ അടിമ. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അതനുസരിക്കുക തന്നെ വേണം. ഗുരുജി, നിങ്ങൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി അല്ലേ? ഇപ്പൊ ഷാക്കാൽ തനിച്ചാണെങ്കിലും നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. മുത്തശ്ശനോട് പറഞ്ഞത് ശരിയാണ്. പാർട്ടി നടക്കുമ്പോൾ രഹസ്യമായിട്ട് വാച്ച് ചെയ്യാൻ പറഞ്ഞു. ഷക്കാലിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അവൻ ഏത് സമയത്ത് നിറം മാറുന്ന ആർക്കും അറിയില്ല. മുത്തശ്ശന്റെ സംശയം ശരിയാണ്. ഷക്കാൽ ഇപ്പോൾ നിറം മാറിയിരിക്കുക. ഷക്കാൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണല്ലേ? വിരുന്നിന് ക്ഷണിച്ചിട്ട് ഗസ്റ്റിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നിന്റെ സ്വപ്നം സഫലമാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഓഹോ രുദ്ര, ക്ഷണിക്കാത്ത വിരുന്നുകാരനായിട്ടാണ് നീ ഇവിടെ എത്തിയിരിക്കുന്നത്. ആരാണ് എന്നെ തടഞ്ഞു നിർത്താൻ പോകുന്നത്? നീയോ? രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കാ, ഞാനാണ് ഷക്കാൽ. എന്നാ ഇപ്പൊ കാണിച്ചു തരാം. അകീറ, ഷക്കീറ, ഗോ ഫ്ലൈ ഹോ. നിനക്ക് നിന്റെ മാജിക് പവർ കാണിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ഇപ്പൊ കാണിക്ക, നിന്റെ പവർ എന്താണെന്ന് കാണിക്ക. ഇപ്പൊ കാണിക്ക. അകീറ, സക്കീറ, ഫോഴ്സ് ഗെറ്റ് റെഡി. ബൈ ബൈ രുദ്ര. 2 ദിവസത്തിന് ശേഷം ഞാൻ എന്റെ പുതിയ സേനയുടെ കൂടെ വന്ന് നിന്നെ മീറ്റ് ചെയ്യാം. ബൈ ബൈ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല മൈര. പക്ഷെ ഇപ്പൊ അല്പം ഷക്കാലിന്റെ കളി ഒന്ന് കൂടിപ്പോയി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഷക്കാലി തടഞ്ഞു നിർത്തണം. ഒരുമിച്ച് എല്ലാ മജീഷ്യന്റെ ശക്തിയും അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സൺസെറ്റിയെ മാത്രമല്ല എല്ലാവർക്കും അപകടകാരിയാവും. നിങ്ങൾ 2 പേരും ഷക്കാലിന്റെ പുറകെ ചെന്ന് അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. അവനുമായി ഏറ്റുമുട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ ചെയ്യാം. ഓക്കെ രുദ്ര. രുദ്ര, നീ അല്പം പോലും ടെൻഷൻ ആകാതെ ഷാക്കാലിനെ തോൽപ്പിക്കുവാനുള്ള വഴി കണ്ടുപിടിക്കൂ. നിന്നെ ആരും ഇവിടെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇങ്ങോട്ട് ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. രുദ്ര, നീ ശരിക്കും കുടുങ്ങിപ്പോയി. ഷാക്കാൽ,
ഞാൻ രുദ്രയെ ലൈബ്രറിയില് മാജിക്കൽ സൊല്യൂഷൻ എന്ന ബുക്ക് വായിക്കുന്നത് കണ്ടായിരുന്നു. എനിക്കത് മുൻകൂട്ടി അറിയാമായിരുന്നു. രുദ്ര ലൈബ്രറിയൻ അലാസ് സാറിന്റെ അടുത്ത് പോവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവിടെ ചെന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞത്. സബാഷ് സപ്പോള. ഇനി നീ അവിടെ നിന്നും തിരിച്ചു വന്നേക്ക്. ഇനി എന്റെ അഭ്യാസങ്ങൾ എന്താണെന്ന് നോക്കുക. അക്കീറ, സക്കീറ. ഞാൻ മായാജാലം, ഞാനാണ് മാജിക്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. നമ്മൾ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. എന്റെ കണ്ണ് വെട്ടിച്ച് സഫോളിക്ക് രക്ഷപ്പെടാനാവില്ല. അവൻ ഇനി എവിടെ പോയാലും ശരി. രുദ്ര, നിന്റെ ഒരു ഇമേജ് സൈഡിൽ കൊണ്ടുപോയി വെച്ചതിന്റെ ഐഡിയ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ആ കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി സഫോള ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? അല്ലാസ സർ, മുത്തശ്ശൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ശത്രുവിനെ പോലെ തന്നെ ചിന്തിക്കണം. നോക്കൂ, ഷക്കാൽ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ആരെങ്കിലും അന്വേഷിച്ച് എന്നെ സ്പൈ ചെയ്യും. അതെനിക്കറിയാം. അതുകൊണ്ടാണ് അവിടെ തെറ്റായ ബുക്കും ഇമേജും ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. ആ സമയത്തിനകം ശരിക്കുള്ള ബുക്കിൽ നിന്നും മുത്തശ്ശനെയും മറ്റുള്ള മജിഷ്യൻസിനെയും രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിച്ചു. സബാഷ് രുദ്ര, ധൈര്യവും ചാതുര്യവും നിനക്ക് ഒരുപാട് തന്നെയുണ്ട്. പക്ഷെ മോനെ, ഒരു കാര്യം ഓർക്കണം. വിടാതെ ആ മന്ത്രം നീ മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. അതായത് മജീഷ്യന്റെ ബോഡിയിൽ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നത് വരെ നീ മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അവരുടെ ബോഡിയിൽ മൂവ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മജീഷ്യൻസ് ഒക്കെ ഒരു അല്പസമയത്തിനുള്ളിൽ നോർമലായി മാറും. നിന്റെ കയ്യിൽ നിന്നൊരു ചാൻസ് മിസ്സായാലും പിന്നെ രണ്ടാമതൊരു ചാൻസ് നിനക്ക് കിട്ടില്ല. വളരെ ധീരതയോടെ വേണം നീ ഈ ജോലി ചെയ്ത് തീർക്കാൻ. കേട്ടല്ലോ രുദ്ര? നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ധൈര്യമാണ്. അതിനുശേഷം ബുദ്ധി യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് ഫോക്കസ് ആൻഡ് ബിലീവ്. മുത്തശ്ശൻ പറഞ്ഞു തന്ന ഈ പാഠം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ എന്റെ ബുദ്ധി നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ആവശ്യം ധൈര്യം, ഫോക്കസ് ആൻഡ് ബിലീവ് മാത്രമാണ്. ഷക്കാൽ പൊരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ അല്ലേ? ആ രുദ്ര, ഷക്കാല ഫ്ലോറുമായിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ ലാൻഡ് ആയിരിക്കുക. യെസ്, കലക്കി. ഇപ്പൊ എന്റെ പ്ലാനിംഗ് അനുസരിച്ച് വേണം നിങ്ങളൊക്കെ ജോലി ചെയ്യാൻ. എങ്കിലും നിങ്ങൾ എന്റെ കൂടെ യുദ്ധം ചെയ്യണം. ഓർമ്മയുണ്ടല്ലോ? അതങ്ങനെ പെട്ടെന്ന് ഞാൻ മറക്കോ? എനിക്ക് മനസ്സിലായി രുദ്ര. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്ത, ഞാൻ എന്തിനാ നിന്റെ കൂടെ അടിപിടി കൂടുന്നേ? നീ പറയുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചിലപ്പോ ശത്രുവിനെ പറ്റിക്കാനായിരിക്കും അല്ലേ? ശരി, ഓക്കെ. എന്റെ അറ്റാക്ക് ഇന്ന് നീ പിടിച്ചോ. എന്റെ മാജിക്കൽ അറ്റാക്ക് ഇന്ന പിടിച്ചോ. എന്റെ അമ്മോ, ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ആരാ എന്റെ മുഖത്തൊക്കെ കരിവാരി തേച്ചത്? രംഗീല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താ, നീയല്ലേ ഇപ്പൊ എന്നോട് പറഞ്ഞ് നിന്റെ കൂടെ അടിപിടി കൂടണമെന്ന് പറഞ്ഞതല്ലേ? രംഗീല, ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എന്റെ ഒപ്പം കൂടി ഷക്കാലുമായി യുദ്ധം ചെയ്യണമെന്നാണ്. അങ്ങനെയാണോ? സോറി രുദ്ര, അതാണ് ഞാൻ ആലോചിച്ചത്. നീ എന്തിനാ എന്റെ കൂടെ തല്ലുകൂടുന്നത്? ഇപ്പൊ കാര്യം പിടികിട്ടി രുദ്ര, എല്ലാം മനസ്സിലായി. എന്താ മനസ്സിലായോ? മുഖം മൊത്തം കരിവാരി തേച്ചിരിക്കുക. രുദ്ര, നീ രംഗിലേനെ വിട്ടേക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനും ഷക്കാലിന് നല്ലൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ചില പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്താ, കാണിക്കട്ടെ? അതിനൊക്കെ ആരെങ്കിലും പെർമിഷൻ ചോദിക്കോ? അന്തർ മന്തർ ജാദു കലന്തർ, തേനീച്ചകളുടെ അറ്റാക്ക്. ശത്രുവിനെ കുത്തി കുത്തി കൊല്ലേ.
രംഗില മര നിങ്ങൾ രണ്ടുപേരുടെ മാജിക്കും കൊള്ളാം, പക്ഷെ ടൈമിംഗ് തെറ്റാണ്. നിങ്ങൾ മനസ്സൽപ്പം ശാന്തമാക്കണം, എന്നിട്ട് ഷക്കാലിനെ ഫോക്കസ് ചെയ്യൂ. ഓർമ്മയുണ്ടല്ലോ, ഇത് ഞാനല്ല, മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളാണ്. ഇപ്പൊ നമ്മൾ ഷക്കാലിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകണം. വരൂ സിംസും, നിങ്ങൾ രണ്ടുപേരും തയ്യാറായിക്കോളൂ. വേണ്ട സിംസും, നിങ്ങൾക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. അത് അപകടം പിടിച്ച സ്ഥലമാണ്. ഈ പാലസിലും ആരെങ്കിലും വേണമല്ലോ. ആവശ്യപ്പെടും. അതെ അതെ, നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പോണം. രുദ്ര, അങ്ങോട്ട് നോക്ക്, ഷക്കാലും അവന്റെ ശിങ്കടിയും. ആഹാ, ശകാലേ, രുദ്ര വന്നു. ഈ പ്രാവശ്യം അവൻ തനിച്ചല്ല വന്നിരിക്കുന്നത്. സോഗ, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സോഗ, ഇത് ഈ ഷകാലിന്റെ മാജിക് ആണ്. ഇതൊന്നും സാധാരണ ചിലന്തി വലയല്ല. അവന്മാരിറങ്ങി ഇങ്ങോട്ട് വരട്ടെ. രുദ്ര തീർച്ചയായും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം അവന്റെ അപ്പൂപ്പനല്ലേ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. ഹലോ രുദ്ര. എന്താ, നിനക്ക് സുഖമാണോ? നിന്റെ അപ്പൂപ്പനെ കാണാനായി വന്നതാണോ? ഷക്കാലിന്റെ സാമ്രാജ്യത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതെ, അങ്ങോട്ട് നോക്ക്, എല്ലാവരും വളരെ ശാന്തമായി റിലാക്സ് ആയിരിക്കുകയാണ്. ഷക്കാൽ, നീ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഓഹോ, എന്തൊരു ദേഷ്യമായ രുദ്ര ഇത്. ഓ, ഞാൻ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഇനിയിപ്പോ നീ എന്തു ചെയ്യോടാ ചക്ക? ഇവരെ റിലീസ് ചെയ്ത് കൊണ്ടുപോകുമോ? പക്ഷെ നീ എങ്ങനെ കൊണ്ടുപോകും? നിനക്ക് മന്ത്രതന്ത്രങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. ഈ ഷക്കാൽ അവിടെയുള്ള പേജുകളെല്ലാം എംപ്റ്റി ആക്കി വെച്ചിരിക്കുകയാണ്. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഈ ക്രിസ്റ്റൽ ബോൾ കുരേറ്റോ. Ibaiska statue live ho. Ibaiska statue live ho. സപ്പോള, ഇതെല്ലാം രുദ്രയുടെ ഒരു ചതിയാണ്. ഷക്കാലിന് അവൻ വെറുതെ ടെൻഷൻ അടിപ്പിക്കുക. നീ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. അതിലൊരു രുദ്ര ഡമ്മിയാണ്. മന്ത്രം വായിക്കുന്ന രുദ്രയെ നമ്മൾ തടഞ്ഞു നിർത്തണം. ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോ നിങ്ങൾ അവിടെ കിടന്ന് തത്തയെന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നോടാ. മരമണ്ടന്മാരെ, ഓടിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ സ്റ്റാച്ചു ആക്കി മാറ്റും. പുറകിൽ എന്താടാ ഉള്ളത്? കുറെ നേരമായി നീ എന്നോട് തിരിഞ്ഞു നോക്കാൻ പറയുന്നുണ്ടല്ലോ. എന്താടാ, നീ എന്നെ പറ്റിച്ചു അല്ലേ? ഇവിടെയും ഒരു രുദ്ര, അവിടെയും ഒരു രുദ്ര. എന്ന് വെച്ചാൽ ഇതിൽ ഒരുത്തൻ ഡമ്മിയാണ്, വെറും ഇമേജ് മാത്രമാണ്. രുദ്ര, ഇത് ഷക്കാലിന്റെ മാജിക് ആണ്. നിനക്ക് അത്ര പെട്ടെന്നൊന്നും അത് തകർക്കാൻ പറ്റില്ല. അകീറ, സകീറ, ഹുക്കതകതോ. രുദ്ര, നീ ഇതെത്ര ശ്രമിച്ചാലും നടക്കില്ല. നിനക്ക് ഇവരെ ആരെയും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. മനസ്സിലായോ?
ഷാക്കാൽ ഒരിക്കലും തോറ്റു പിന്മാറിയിട്ടില്ല. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കാ. ഞാനാണ് ഷാക്കാൽ. ഞാനത് തമാശയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത. നിങ്ങൾക്ക് എന്നെ കൊച്ചുപ്രായം മുതൽ അറിയാവുന്നതല്ലേ? നിങ്ങൾ എങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് വരൂ, നമുക്ക് എല്ലാവർക്കും പാർട്ടി എൻജോയ് ചെയ്യാം. വരൂ. ഷാക്കാൽ, നിന്റെ മിമിക്രി ഒന്നും ഇവിടെ ആർക്കും കാണണ്ട. നീ ഇപ്പൊ പറഞ്ഞ വളരെ ശരിയാ. ചെറുപ്പകാലം മുതൽ എനിക്ക് നിന്നെ നല്ലോണം അറിയാം. അങ്ങനെ ഉണ്ടായിരുന്ന നീ ഈ ജന്മത്തിൽ നന്നാവില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. ആവർത്തിക്കില്ല ഗുരുജി, എന്നെ വിട്ടേക്ക് ഗുരുജി. ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. സബാഷ് രുദ്ര, നീ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷാക്കാലിന്റെ മാന്ത്രിക പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവില്ലായിരുന്നു. ജയസിംഗ് നിനക്ക് നല്ല മാജിക്കും അതോടൊപ്പം നല്ല ഡിസിപ്ലിനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു ഗുരുജി. നന്ദി ഗുരുജി. മൈറ, വരുൺ, റംഗീല, ജിംഗ്ലി, താങ്ക് യു. നിങ്ങൾ എല്ലാവരും വളരെ ധൈര്യമായിട്ടാണ് ഷാക്കാലുമായി ഏറ്റുമുട്ടിയത്. ഹാ, രുദ്ര ജയിച്ചത് കൊണ്ട് നമുക്കിപ്പോ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവരും വരൂ. രുദ്ര, ഇന്നു മുതൽ നീ എന്റെ പുതിയ സ്റ്റുഡന്റ് ആകുന്നു.